ആദിയുടെ മനസ്സിപ്പോ നീറുകയായിരിക്കും. നീറട്ടെ ചേച്ചി, നീറി നീറി പുകഞ്ഞ് കത്തട്ടെ. ആദ്യേട്ടനോട് തുളസിക്ക് നല്ലൊരു അടി വെച്ചു കൊടുക്കാൻ പറയണായിരുന്നു. എന്തായാലും ഇന്നത്തെ പെർഫോമൻസോട് കൂടി ആദ്യ തുളസിയെ ഒഴിവാക്കും. ഇനി അഥവാ അവൻ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ദുർഗേച്ചിക്ക് ജനിച്ചത് ആൺകുഞ്ഞല്ലായിരുന്നു എന്ന് കരുതിയാ മതി. അവനാണ് തന്നെയാ. നോക്കിക്കോ, ഇന്നു മുതൽ ആദ്യ തുളസിയെ സംശയിച്ചു തുടങ്ങും. ഈ സംശയത്തേക്കാൾ വലിയൊരു രോഗം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അവന് തുളസി എന്ന മാരക രോഗത്തെ മുറിച്ചു മാറ്റേണ്ടതായിട്ട് വരും. ആദ്യേട്ടനെ എന്നെ കാണുന്നില്ലല്ലോ. അവൻ വരും. അപ്പോഴേക്ക് നീ ഒരുങ്ങി നിന്നോ. തുളസിയോടുള്ള വാശി തീർക്കാൻ ഇനി അവൻ ആതിരയെ ഉപയോഗിക്കും. അതെ, തുളസിയും ശ്രീഹരിയുമായിട്ടുള്ള ബന്ധം ശക്തമാണെന്നറിഞ്ഞാൽ അവളോടുള്ള പകരം വീട്ടലായിട്ട് ആതിരയെ കൊണ്ടു നടക്കും. എന്നെ ആദ്യമായിട്ട് ലവ് ചെയ്യുന്നാണ് പറഞ്ഞു വരുന്നേ. അതെ, വാശി കയറിയ ആണുങ്ങൾ എന്തും ചെയ്യും. ആ വാശി നീ ശരിക്കും ഉപയോഗപ്പെടുത്തണം. എങ്കിലേ നമ്മൾ ഇത്രയും കളിച്ചതിന് കാര്യം ഉണ്ടാവുള്ളൂ. ഞാൻ ഉപയോഗപ്പെടുത്തും. എല്ലാം നിനക്ക് വേണ്ടിയാണ്. അറിഞ്ഞു പെരുമാറിയ നാളെ ഈ വീട്ടിലെ മണവാട്ടിയായിട്ട് നിനക്ക് കയറി വരാം. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുലാന്റി? ഇതുവരെ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇനിയെങ്കിലും അതില്ലാതെ നോക്കിയാൽ നിനക്ക് കൊള്ളാം. ബൈക്ക് കാണുന്നില്ലല്ലോ. അവൻ ഇവിടേക്ക് വന്നിട്ടില്ലേ? അവന് തുളസിയോടുള്ള പിണക്കം മാറാത്തോണ്ടാവും. ശരിയല്ലേ? ശരി സർ. എന്നാലും വരാതിരിക്കില്ലല്ലോ ജയേട്ടാ. എത്ര പിണക്കമാണെങ്കിലും അവൾ ഒറ്റയ്ക്കാണെന്ന് കേട്ടാൽ അവൻ വരില്ലേ? ആ, തുളസിയുടെ കാര്യത്തിൽ അത്ര കരുതല അവന്. ചിലപ്പോ വണ്ടി വീട്ടിൽ വെച്ചിട്ട് വന്നതാവും. ആദി, ഇത് എവിടെ പോയി? തുളസി, എവിടെ പോയി രണ്ടുപേരും? എന്തിനവള് കരയുന്നത് ചേട്ടാ? ഇതെന്താ ഒറ്റയ്ക്ക്? ആദ്യം മോൻ എവിടെ? മോൾ എന്തിനാ കരയുന്നത്? അവൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? എന്താ മോളെ, ആദ്യം ഇങ്ങോട്ടേക്ക് വന്നില്ലേ? വന്നു, പോവാൻ ചെയ്തു. അവന് എന്തെങ്കിലും തിരക്കുണ്ടാവും. തിരക്കായിരുന്നു, എന്നെ കുറ്റപ്പെടുത്താനുള്ള തിരക്ക്. അതിന് തക്ക അവസരം ആരും ഒരുക്കി കൊടുത്തിരുന്നു. അവന്റെ മനസ്സിൽ നമ്മൾ അവനെ വഞ്ചിക്കുകയാണെന്നുള്ള സംശയമുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്യാം. നീ കരയാതിരിക്കേ. ഇതങ്ങനെയല്ല അച്ഛാ. എന്താ ഉണ്ടായത്? ആരൊക്കെയോ കരുതി കൂട്ടി ഒരു കെണി എനിക്ക് മുമ്പിൽ ഒരുക്കി വെച്ചു. അതിൽ ചെന്ന് വീണത് ആദ്യാണെന്ന് മാത്രം. നീ എന്താ ഉണ്ടായതെന്ന് പറ. അയാൾ ഇവിടെ വന്നിരുന്നു. ആര്? മന്ത്രിയുടെ അനിയൻ ശ്രീഹരി. അല്ല, അവനെന്തിനാ ഇവിടെ വന്നത്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടെ തനിച്ചാണെന്ന് അറിഞ്ഞിട്ടുള്ള വരവായിരുന്നു അത്. നീ ഇവിടെ തനിച്ചാണെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂന്ന് നിങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ആദിമോനോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. സുലുവിന് അറിയാമായിരിക്കും. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് സുലു കണ്ടിരുന്നു. ഓ, അപ്പൊ അത് തന്നെ കാര്യം. അവരവരുടെ ദുർഗേച്ചുമായിരിക്കും ശ്രീഹരി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവന്റെ പെരുമാറ്റം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരുമാതിരി പന്തം കണ്ട പെരിച്ചഴിയെ പോലെ. അവൻ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അതെ, അവനെ കുറ്റപ്പെടുത്താൻ. ഓക്കെ, ഞാൻ വിളിക്കാം. ഹലോ മാം.
സാറ് തിരക്കിലാണോ? അല്ല മാം, പറഞ്ഞോളൂ. ഞാൻ തുളസിയുടെയും ഹരിയുടെയും നാളുകൾ തമ്മിൽ പൊരുത്തം നോക്കിച്ചിരുന്നു. ആ അവര് തമ്മിൽ നല്ല പൊരുത്തമുണ്ടെന്നാ ജോത്സ്യൻ പറഞ്ഞത്. ആ അതെയോ? അതെ. ഇനി ജാതക പൊരുത്തം കൂടി നോക്കിക്കണം. ആ നോക്കാം. തുളസിയുടെ ജാതകം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ജോത്സ്യരെ കൊണ്ട് നോക്കിക്കായിരുന്നു. അതത് സംഘടിപ്പിക്കാം. എങ്കിൽ സാറ് തുളസിയുടെ ജാതകം എത്രയും പെട്ടെന്ന് എത്തിക്കണം. അതിനുശേഷം മതിയല്ലോ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ആയിക്കോട്ടെ, ജാതകക്കുറിപ്പ് എന്റെ കയ്യിലുണ്ട്, ഞാനത് എത്തിച്ചു തരാം. എങ്കിലതൊന്ന് വാട്സാപ്പ് ചെയ്താലും മതി. ആ ചെയ്യാം. ഇപ്പൊ തന്നെ ചെയ്തേക്കോ? ആ ശരി മാം. ഓക്കെ. ഓക്കെ. ഇതെന്താ ഇത്ര പെട്ടെന്ന് ഉറങ്ങാൻ കിടന്ന്? നീയൊന്നും കഴിച്ചില്ലല്ലോ. വാ, വന്ന് കഴിക്ക്. വാ. എനിക്ക് വിശപ്പില്ല. എത്ര ദിവസം നീ ഇങ്ങനെ വിശപ്പില്ലാന്നും പറഞ്ഞ് പട്ടിണി കിടക്കും? നിനക്ക് ആരോടാ ഇത്ര വാശി? സ്വന്തം ശരീരത്തിനോടോ? അമ്മ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പുറത്തു പോ. നീ എഴുന്നേറ്റ് വാ. ഭക്ഷണം കഴിക്കാതെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിശപ്പില്ലാതെ എങ്ങനെയാ കഴിക്കുന്നേ? നിന്റെ വിശപ്പില്ലായ്മയും വിഷമമൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും. ജീവിതം ആവുമ്പോ ഇങ്ങനെ പല വിഷമങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. തുളസിക്ക് ശ്രീഹരിയാണ് ഇഷ്ടമെങ്കിൽ അവൾ അവന്റെ കൂടെ ജീവിക്കട്ടെ. നീ എന്തിനാ അതിനെതിരെ നിൽക്കുന്നേ? ഞാൻ ആരെ എതിർക്കാനില്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അവളുടെ ഉള്ളില് ഒരു ഒളിച്ചുകളി ഉണ്ടോ എന്നുള്ള സംശയം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാണ്, എവിടെ വെച്ചാണ് ഗായത്രി ടീച്ചറെ അവൾക്ക് പരിചയമെന്ന് നീ ചോദിച്ചോ? അത് ചോദിക്കാതിരിക്കില്ലല്ലോ. അഥവാ നീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു മറുപടി അവള് നിനക്ക് തന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തന്നിരുന്നോ? ഇല്ല. അവള് പറഞ്ഞു തരാത്ത ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. തുളസിക്ക് പരിചയം ഗായത്രി ടീച്ചറെ അല്ല, അവരുടെ അനിയൻ ശ്രീഹരിയാണ്. അവനിലൂടെയാണ് അവൾക്ക് ഗായത്രി ടീച്ചറെ പോലും പരിചയം. തുളസിയും ശ്രീഹരിയുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. ഒന്നും ആരോടും തുറന്നു പറയാതെ ഇത്രയും കാലം അവര് കഴിച്ചുകൂട്ടി. ഒടുക്കം നീ വിവാഹത്തിന് തിടുക്കം കൂട്ടിയപ്പോ അവൾക്ക് തനി സ്വരൂപം പുറത്തെടുക്കേണ്ടി വന്നു. ഏയ്, അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണമെന്നില്ല. നിന്നെ ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമെങ്കിലും എന്റെ ഭാഗത്തുനിന്നുണ്ടാവണമല്ലോ. ഗായത്രി ടീച്ചറെ മറ്റാരെക്കാളും നിന്റെ അച്ഛൻ അറിയാം. അക്കാര്യത്തിൽ നിനക്ക് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഗായത്രി ടീച്ചറിന് മാത്രമല്ല, ശ്രീഹരിയും തുളസിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ നിന്നെ എതിർക്കുന്നതും തുളസിയെ വെറുക്കുന്നതും. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഇല്ലാത്തൊരു കാരണത്തിന്റെ പേരില് നിന്നെയും തുളസിയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന ഒരു വില്ലനൊന്നും അല്ല നിന്റെ അച്ഛൻ. ഇത് നിന്റെ വിധിയാണെന്ന് പറഞ്ഞ് നിന്നെ തകർക്കാൻ ആർക്കും കഴിയും. അതിൽ എന്റെ മുൻ വീണു പോവരുത്. തോൽവികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളവരെ വിജയിച്ചിട്ടുള്ളൂ. എനിക്ക് വിജയിക്കണമെന്നില്ല. എനിക്കുണ്ട്. എന്റെ മകൻ ആരുടെ മുമ്പിലും തല കുനിക്കരുതെന്നും എല്ലായിടത്തും വിജയിക്കണമെന്നും ഓരോ അമ്മമാരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. 10-8 പൊരുത്തമുണ്ടെന്നാ ജോത്സ്യം പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥിതിക്ക് നമുക്ക് ധൈര്യമായിട്ട് ഫോർവേഡ് ചെയ്യാം. പ്രസാദേട്ടൻ തുളസിയുടെ ജാതകക്കുറിപ്പ് അയച്ചെന്ന വിവരം ഞാൻ അറിഞ്ഞില്ല. സാറിന്റെ തിരക്ക് കാരണം അത് പറയാൻ മറന്നുപോയതായിരിക്കും. എന്തായാലും നന്നായി. എല്ലാം ഒത്തുവന്ന സ്ഥിതിക്ക് ഇനി ഉടനെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാലോ. വിവാഹം കുറച്ചു കഴിഞ്ഞ് മതിയെന്നാ തുളസി പറയുന്നത്. അല്ല, അതെന്തിനാ വെച്ച് നീട്ടുന്നത്?
തുളസിക്ക് തുളസിയുടേതായ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണും. പഠനം, ജോലി, ഇതൊക്കെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ അത്യാവശ്യമാണല്ലോ. പെൺകുട്ടികൾക്ക് പഠനം ആവാം. ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം അവൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജോലി. മന്ത്രിയുടെ അനിയന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി അത്ര നിർബന്ധമാണോ? ആരുടെ ഭാര്യയാണെങ്കിലും പെൺകുട്ടികൾക്കൊരു ജോലിയുള്ളതും എപ്പോഴും നല്ലതാ. മാം വിചാരിച്ച തുളസിക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇനിയെങ്കിലും മാഡം എന്നുള്ള വിളി അവസാനിപ്പിക്കണം. നമ്മൾ ബന്ധുക്കളാ. അത്തരം ഫോർമാലിറ്റീസ് ഒന്നും ഇനി ആവശ്യമില്ല. ഞാൻ പിന്നെ എന്താ വിളിക്കുക? ഒരു ചേച്ചി അനിയത്തി ബന്ധം, അതാ നല്ലത്. മറ്റതിന് ഒരുപാട് അകലം ഫീൽ ചെയ്യുന്നു. ശരി, ഗായത്രി വിചാരിച്ച തുളസിക്കൊരു ജോലി ശരിയാക്കാലോ. അത്തരം വളഞ്ഞ വഴികളൊന്നും എനിക്കിഷ്ടല്ല. എല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കണം. ആഹാ, അത് പിന്നെ ശ്രീഹരിയും തുളസിയായിട്ടുള്ള വിവാഹത്തിന് സമയതാമസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതിനുവേണ്ടി കുറച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. തുളസിയുടേത് നല്ല തീരുമാനമാ. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് കൊടുക്കാനുള്ള എന്റെ ഉപദേശവും ഇത് തന്നെയായിരിക്കും. ആദ്യം ജോലി, അത് കഴിഞ്ഞ് വിവാഹം. എങ്കിൽ പിന്നെ എൻഗേജ്മെന്റ് എങ്കിലും നടത്താമല്ലോ. വിവാഹം കുറച്ച് കഴിഞ്ഞിട്ട് മതി. യെസ്, അതിനെക്കുറിച്ച് ചോദിക്കാനും പറയാനും വേണ്ടിയാ ഞാൻ ചേച്ചിയെ വിളിപ്പിച്ചത്. എന്നാ ഏറ്റവും അടുത്ത ദിവസം തന്നെ ശ്രീഹരിയും തുളസിയായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്താം. അത് നല്ല തീരുമാനമാ. പിന്നെ അവർക്ക് ഒരുമിച്ച് എവിടെ വേണേലും പോവാലോ. പക്ഷേ എന്താ ചേച്ചി? റിംഗ് എക്സ്ചേഞ്ച് നിർബന്ധമാണ്. രണ്ടുപേരുടെയും പേര് കൊത്തിയ മോതിരങ്ങൾ വിരലിൽ അണിയണം. അത് സ്വാഭാവികമാണല്ലോ. എന്തായാലും ചേച്ചി പേടിക്കണ്ട. എന്റെ അനിയനെ ഒരിക്കലും തുളസി ഉപേക്ഷിക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഇന്ന് വേണമെങ്കിൽ ഇന്ന് തുളസിയെ വിവാഹം ചെയ്യാൻ ഹരി റെഡിയായിട്ട് നിൽക്കുക. എൻഗേജ്മെന്റ് കഴിഞ്ഞ് തുളസിക്ക് തന്നെ ചിലപ്പോ തോന്നിയാലോ ഉടനെ വിവാഹം ആവാന്ന്. അങ്ങനെ തോന്നിയാ ഉടനെ നമുക്ക് രണ്ടുപേരും വിവാഹം കഴിപ്പിക്കാം. ഓ, മരുമകളെ കുറിച്ച് ഇത്രയും ഉത്കണ്ഠയുള്ള ഒരു അമ്മായിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അവൾ എനിക്ക് എന്റെ നാത്തൂന്റെ മകളല്ല, എന്റെ സ്വന്തം മകളാ. അതെനിക്ക് ശരിക്കും ബോധ്യായി. എന്നാ പിന്നെ വിവാഹ നിശ്ചയത്തിന് പറ്റിയ നല്ലൊരു ദിവസം ജോത്സ്യരോട് അന്വേഷിക്കാം. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇതാര് വാങ്ങിച്ചു തന്നതാ? ആര് വാങ്ങി തന്നല്ല എന്താ സുലാന്റിക്ക് ഇഷ്ടമെങ്കിൽ എടുത്തോ. എനിക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു മുമ്പ്. ആഹാ, എന്നിട്ട് അത് എവിടെ പോയി? എന്നോട് ആരോ ഇതുപോലെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അത് ദാനമായിട്ട് അങ്ങ് കൊടുത്തു. ഞാനും മോളെ പോലെ തന്നെയാ. എന്റെ കയ്യിൽ ഒന്നും നിക്കില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അപ്പൊ അത് ദാനമായിട്ട് കൊടുത്തു കളയും. എന്നാൽ ഇത് സുലാന്റെ എടുത്ത. താങ്ക്സ്. അയ്യോ, നീ നോക്കിയേ, കൊള്ളാല്ലേ? കൊള്ളാം. കൊള്ളാം. പറ, ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? അടുത്ത പരിപാടി വാ കീറിയ ദൈവം തന്നെ നമുക്ക് ഭക്ഷണവും തരും. എന്നുവെച്ചാൽ എന്താ സുലാന്റി? നമ്മുടെ മുമ്പിലെ എല്ലാ വഴികളും ദൈവം തുറന്നു വെച്ചിരിക്കുക. നമ്മൾ അതിലൂടെ നടന്നാ മാത്രം മതി. വായിലൂടെയോ? അല്ല, വായുടെ അടുത്തൂടെ. എന്നോട് ദേഷ്യം പിടിക്കല്ലേ സുലാന്റി? എനിക്ക് മനസ്സിലാവാത്തോണ്ടല്ലേ. അതായത് ശ്രീഹരിയും തുളസിയുമായുള്ള വിവാഹം ഉടനെ നടക്കും. ആര് പറഞ്ഞു? ജോലി കിട്ടിയ ശേഷം മതി കല്യാണം എന്നല്ലേ തുളസി പറഞ്ഞു നടക്കുന്നത്. ജോലി കിട്ടിയതിനു ശേഷം മതി വിവാഹം എന്ന് വിചാരിച്ച് നടന്നവളാ ഞാൻ. ജോലി കിട്ടി 15 വർഷമായിട്ടും എന്റെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ തുളസിയുടെ വിവാഹം ഒരിക്കലും നടക്കില്ലേ? ശ്രീഹരി തുളസി വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നെ ആദ്യമായിട്ട് ഞാൻ തമ്മിലുള്ള വിവാഹം എങ്ങനെ നടന്നിടോ? അയാളെ കണ്ടത് ഇത് അയാളുടെ ബൈക്കാണോ? ആണെന്ന് തോന്നുന്നു. ആ പോകുന്നത് അവനാണോ? അതെ സർ. പിടിക്കോനെ. ഇതാ
എന്താണ് നടക്കടാ അങ്ങോട്ട്. താനിത് എവിടേക്കാ? നടക്ക്, ഇങ്ങോട്ട് നടക്കടാ. നീ ഇവിടെ കിടന്ന് ചത്താലേ നിനക്ക് കാവലിരിക്കാനും കെട്ടിപ്പൊഞ്ഞു കൊണ്ടുപോകാനും ഞങ്ങളെ കൊണ്ടുപോയ്യ. കെട്ടിപ്പോതിയാരോ? എന്നെയോ? ആത്മഹത്യ ചെയ്യണോ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ സ്വന്തം വീട്ടിൽ പോയി ചെയ്യടാ. ഞാൻ ആത്മഹത്യക്കൊന്നും വന്നതല്ല. പിന്നെ നീ ഈവനി വാക്കിന് ഇറങ്ങിയാണോ ഇവിടെ? നടക്കണം അങ്ങോട്ട്. എന്നെ വിടങ്ങോട്ട്. ഞാൻ വരാൻ പറഞ്ഞില്ലേ? അങ്ങോട്ട് നടക്കടാ. ഇനി വിടങ്ങോട്ട് നടക്ക്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ സാറിനോട് പറ. സാർ, ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും വന്നതല്ല. നീ ACP കൃഷ്ണപ്രസാദ് സാറിന്റെ മകനല്ലേ ആദിത്യൻ? അതെ സാർ. ഇവളാ പറഞ്ഞത് നീ ഇവിടെ ചാകാനുള്ള വണ്ടിയും കാത്ത് നിൽക്കുവാണെന്ന്. സാർ, ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും വന്നതല്ല. ഇവളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് നീയാണെന്ന് പറഞ്ഞു. അതെ സാർ. കൊള്ളാം. എന്നിട്ട് താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു? ഞാൻ പറഞ്ഞില്ലേ സാർ, ഞാൻ ആത്മഹത്യക്ക് ഇറങ്ങിയതല്ല. താൻ എന്തായാലും വണ്ടി കയറ്. എന്തിനാ സാർ? സാർ, എനിക്ക് വണ്ടിയുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. സാരമില്ല, നീ ജീപ്പിലോട്ട് കയറ്. രമേശ സാർ, ആ വണ്ടി സാറിന്റെ വീട്ടിലെത്തിക്കണം. ശരി സാർ. നീ ആ കീയും കരുത്തേ. എടുക്കടാ അങ്ങോട്ട്. അങ്ങ് കൊടുക്ക. സാർ, വെറുതെ എന്നെ ഓരോ വിഷമത്തിലേക്ക് വലിച്ചഴിക്കരുത്. എനിക്ക് വീട്ടിൽ പോകണം. നിനക്ക് വീട്ടിൽ പോകാം. അസമയത്ത് നിന്നെ ഇവിടെ കണ്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതെ പറ്റില്ല. നിന്റെയൊക്കെ ജീവനെ ഈ പാവപ്പെട്ട പോലീസുകാരുടെ കയ്യിലാ. ഇനി ഇങ്ങനെ ഇവിടെ കറങ്ങി നടന്നാലേ ഈ നീണ്ടു കിടക്കുന്ന റെയിൽപാളം കാണുമ്പോ വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടായിന്ന് വരാം. അതുകൊണ്ട് വണ്ടി കയറി. ഞാൻ കയറില്ല. എവനെ പിടിച്ച് വണ്ടി കയറി. ഞാൻ കയറില്ല എന്ന് പറഞ്ഞില്ലേ? എന്ത് കഷ്ടം ഇത്. കയറി. കേറങ്ങോട്ട്. വിടങ്ങോട്ട്. ഹലോ സാറ് ഉറക്കായിട്ടുണ്ടാവുമല്ലേ? ആ, താൻ കാര്യം പറ. ആദിത്യൻ വീട്ടിൽ പറയാതെയാണ് പോയതല്ലേ? ആദി പേടിക്കണ്ട, അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്താ പ്രസാദിട്ടാ? അവൻ എവിടേക്കാ പോയെന്ന് പറയാൻ പറ. ആത്മഹത്യയായിരുന്നു ലക്ഷ്യമെന്ന് തോന്നുന്നു. റെയിൽവേ ട്രാക്കിന്റെ അവിടെയാ കണ്ടത്. റെയിൽവേ ട്രാക്ക്? എന്താ പ്രസാദേട്ടാ? എന്താ ആദിക്ക്? ആദ്യം റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് കണ്ടെത്തിയെന്ന്. ആദ്യ റൂമിലുണ്ടല്ലോ, ഞാൻ കണ്ടതല്ലേ. അവൻ ആത്മഹത്യ ചെയ്യാൻ പോയെടുത്തുനിന്ന് പോലീസ് പിടികൂടിയെന്ന്. കള്ളം. അവൻ ഇവിടെ തന്നെ റൂമിലുണ്ട്. ഹലോ, നിങ്ങളിപ്പോ എവിടെ ഉള്ളേ? ആ, ഓക്കെ. അവനെ തനിച്ച് വിട്ടേക്കരുത്. വേണ്ട, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണ്ട. ശരി സാർ. ആദി, ആദി, ആദ്യം മോൻ മോളിലുണ്ടായിരുന്നില്ലല്ലോ. കോഫി ആയി ചെന്നപ്പോ അവനെ കാണാനില്ല. നീ പ്രസാദേട്ടന്റെ കോഫി എടുത്തോ? സാറിനെയും കാണാനില്ലല്ലോ. എവിടെ പോയി രണ്ടുപേരും? അവര് പോയി. പോയോ? എവിടെ? അവര് അച്ഛനും മോനും കൂടി ഒരു ടൂറ് പോയി. ആഹാ, എവിടേക്ക് ടൂറ് പോയി? അതെന്താ ദുർഗേച്ചിയെ കൂട്ടാതെ പോയത്? ഈ ടൂറ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാ. നമ്മളോ? അതെ, ആദ്യം ഇവിടെ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തുകയെന്ന് നമ്മൾ പ്ലാൻ ചെയ്തത് സുലു മറന്നുപോയോ? ഓ, അത് ഞാൻ മറന്നിട്ടില്ല. എങ്കിൽ ആ കാര്യം നടന്നു. ഇന്നലെ ആദ്യം ഒരു കടുങ്കൈ ചെയ്തു. അതുകൊണ്ട് കാര്യങ്ങള് നമ്മൾ വിചാരിച്ചതിലും എളുപ്പത്തിലങ്ങ് നടന്നു. എന്താ ദുർഗേച്ചി? ആദി
ആത്മഹത്യക്കൊരുങ്ങി. അത്രയ്ക്ക് ഞെട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. റെയിൽവേ ട്രാക്കില് ആദ്യം കണ്ട പോലീസുകാരാ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. സത്യം പറഞ്ഞ ആദ്യം ആത്മഹത്യക്കൊന്നും പോയതല്ലെന്ന് അവന്റെ വാക്കിന്ന് മനസ്സിലായി. പക്ഷേ ആ ഒരു കാരണത്തെ മുറുകെ പിടിച്ചപ്പോ പ്രസാദേട്ടൻ അവനെ നാട് കടത്താൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് ആദ്യം എവിടേക്ക് പ്രസാദ് സാർ കൊണ്ടുപോയത്? പ്രസാദേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടിലേക്കാ. അവിടെ അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ചു ദിവസം അവൻ അവിടെ കഴിയട്ടെ. എല്ലാം ദുർഗേച്ചിയുടെ ബുദ്ധിയായിരിക്കും അല്ലേ? എന്തായാലും തുളസിയുടെയും ശ്രീഹരിയുടെയും വിവാഹ നിശ്ചയം അതിനൊരു തടസ്സം ഉണ്ടാവില്ല. അക്കാര്യം എന്തായാലും ഉറപ്പായി. അല്ലേച്ചി, തുളസിയുടെ വിവാഹ നിശ്ചയം ഉണ്ടെന്നറിഞ്ഞാ ആദ്യം തിരിച്ചു വന്നാലോ? വരില്ല. കാരണം തുളസിയുടെ വിവാഹ നിശ്ചയമോ വിവാഹമോ ഒന്നും ഇനി ആദ്യം അറിയാൻ പോകുന്നില്ല. അവനെ അറിയിക്കാനും പോകുന്നില്ല. വാ. അല്ല, എന്താ ഇവിടെ? നീ മെന്റലി കുറച്ച് സ്ട്രെസ്ഡ് ആണെന്ന് അറിയാം. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ കഴിയാം. ഇവിടെയോ? എന്തേ? നിനക്കിവിടെ ഇഷ്ടപ്പെടും. നിന്റെ മനസ്സൊന്ന് ഫ്രഷ് ആവുന്നവരെ ഈ റിസോർട്ടിൽ കഴിയാം. ഇവിടെ ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, ശ്യാമുണ്ട്. ശ്യാം ദിനകർ. ശ്യാം ദിനകർ എന്റെ ഫ്രണ്ടിന്റെ മകനാ. ഇത് അവരുടെ റിസോർട്ടാ. ശ്യാമിന് നിന്റെ പ്രായമുള്ളൂ. IT ബിസിനസ് ഒക്കെ ഉപേക്ഷിച്ച് ശാന്തതയിലേക്ക് ചേക്കേറിയവനാ ശ്യാം. ഇപ്പോ ടൂറിസ്റ്റുകളുടെ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് അവനിവിടെ ഒറ്റയ്ക്ക് കാണും. ഒരു മാറ്റം ഞാനും ആഗ്രഹിച്ചിരുന്നു. എനിക്കറിയാം. വാ. ശ്യാം നല്ലൊരു തബലിസ്റ്റും സിംഗറൊക്കെയാ. പിന്നെ യോഗ, പെയിന്റിംഗ്, അങ്ങനെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള ഒരാളാ. നിനക്ക് ഇഷ്ടപ്പെടും. വാ. ശ്രദ്ധിച്ച്. ശ്യാം. ആ അങ്കിൾ. ആദി, നീയായിരുന്നോ? എടാ ശ്യാം ദിനകർ. അച്ഛ, ഇവൻ എന്റെ ക്ലാസ്മേറ്റാ. അതെനിക്കറിയാം. ഞാനേ ഇവനോടത് പറയാതെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. ഞങ്ങൾ വന്ന ബുദ്ധിമുട്ടായ ശ്യാം. നെവർ. ഹിന്ദുസ്ഥാനിയിൽ ആരോ ചിട്ടപ്പെടുത്തിയൊരു താളത്തിന് മുറിവ് പറ്റി. നിനക്ക് ആത്മഹത്യ ചെയ്യാൻ പാടില്ലേ? ഏയ്, അങ്ങനൊന്നും ഞാൻ ചെയ്യില്ല. നീ ആത്മഹത്യ ചെയ്താൽ അതോടെ നിന്നിലെ തുളസിയും മരിക്കും. അതുകൊണ്ടല്ലേ? അതെ. ഞാൻ നിന്റെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചതാ. എനിക്ക് ആത്മഹത്യ ചെയ്യുന്നവരോട് സഹതാപമല്ല, പുച്ഛമാണ് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല, പലർക്കും എന്റെ അതേ മനോഭാവം തന്നെയാണ്. തുളസി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നീ അവളെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. നീ പൗലോ കൊയ്ലയുടെ ആൽക്കെമിസ്റ്റ് വായിച്ചിട്ടില്ലേ? ഒരു കാര്യം നിങ്ങൾ ആദ്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അതിന്റെ സബലീകരണത്തിന് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊത്തൊരു ഗൂഢാലോചനയിൽ ഏർപ്പെടും. സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ശുഭാപ്തി വിശ്വാസമാണ് ആ പുസ്തകം. അതുകൊണ്ട് നിരാശ പാടില്ല. തുളസി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. പ്രസാദങ്ങൾ മാത്രമല്ല,
ആന്റിയും തുളസിയും പാരന്റ്സും സുലുവും മംഗളാപ്പച്ചിയും എന്തിന് അടുത്ത വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും നിങ്ങളെ തൊടിയിലെ ചെടികളും കിളികളും പൂമ്പാറ്റകളും എല്ലാം നിങ്ങൾ അറിയാതെ നിങ്ങളെ കൂടെ നിൽക്കും. അതുകൊണ്ട് കാത്തിരിക്കെ. എടാ, നടക്കേണ്ടത് നടക്കും. ഒരു ഗസൽ കേട്ടാലോ? പങ്കജ്ദാസ് അല്ലെങ്കിൽ മെഹദി ഹസൻ, അതല്ലെങ്കിൽ വേണ്ട. നമുക്ക് ബാവുക്കയുടെ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ. ഞായറാഴ്ച കഴിഞ്ഞാ പിന്നെ 2 മാസം കഴിയണമെന്ന ജോത്സ്യം പറഞ്ഞത്. പെട്ടെന്ന് നിശ്ചയം നടത്തുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മാസം വെയിറ്റ് ചെയ്യാം. നിശ്ചയം കഴിഞ്ഞെന്ന് കരുതി വിവാഹം ഉടനെ നടത്തണമെന്നില്ല. അന്ന് തുളസി പറഞ്ഞതുപോലെ പഠനം കഴിഞ്ഞു, ജോലി റെഡിയായതിനു ശേഷമോ എങ്ങനെ വേണമെങ്കിലും ആവാം. ഇത് ഹരിയുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. അത് പിന്നെ എന്താ, എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? അത് സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ പ്രയാസമുണ്ട്. മറ്റാരോടെങ്കിലും അന്വേഷിക്കാനുണ്ടോ? തുളസിയുടെ അമ്മാവനും അമ്മായിയായിട്ടൊക്കെ ഞാൻ സംസാരിച്ചതാ. അവർക്കെല്ലാം പൂർണ്ണ സമ്മതമാ. അതല്ല, തുളസി മോള് അവളോട് ചോദിക്കാതെ ഞങ്ങൾക്ക് സ്വന്തമായൊരു തീരുമാനം അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് സമ്മതമാണ്. വെറുതെ എന്തിനാ 2 മാസം വരെ കാത്തിരിക്കുന്നത്? അടുത്ത ഞായറാഴ്ച എൻഗേജ്മെന്റ് നടത്താം. തുളസി പറഞ്ഞതാ കറക്റ്റ്. ഹരിക്കും തുളസിക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് എൻഗേജ്മെന്റ് എങ്കിലും വേഗത്തിൽ നടത്തണം. ഒരുപാട് കാലം വെച്ച് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. വിവാഹത്തിന്റെ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. അതും നീട്ടിക്കൊണ്ടു പോകണമെന്നില്ല. നിങ്ങൾ സംസാരിക്ക. എനിക്ക് നല്ല തലവേദന. എന്താ മോളെ? ഞാൻ കുറച്ച് കിടക്കട്ടെ അമ്മ. അല്ല, വേദന അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതിന് മാത്രം ഒന്നുമില്ല. ഒന്ന് റെസ്റ്റ് എടുത്താൽ ശരിയാവും. എന്നാ തുളസി പോയി റെസ്റ്റ് എടുത്തോ. ഞാൻ ഈ സന്തോഷ വാർത്ത അവനെ ഒന്ന് വിളിച്ച് പറയട്ടെ.